ടാക്സോണമിക് കീ. ടാക്സോണമിയിൽ ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ടാക്സോണമിക് കീ എന്ന് പറയുന്നത്. ഈ സെഷനിൽ ടാക്സോണമിക് കീ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So as I said earlier, a taxonomic key is a tool which is used to identify an unknown organism. അപ്പോൾ ഒരു ഓർഗാനിസത്തെ കൃത്യമായിട്ട് ഏത് കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഒരു സ്പെസിമെൻ കളക്ടർക്കോ ഒരു ടാക്സോണമിസ്റ്റിനോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടാക്സോണമിക് കീയുടെ സഹായം തേടാം. നമ്മുടെ കയ്യിലുള്ള അൺനോൺ ഓർഗാനിസം ഏത് കാറ്റഗറിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഏത് ജനറയിലാണ്, ഏത് ഫാമിലിയിലാണ്, ഏത് ഓർഡറിലാണ്, ദെൻ ഏത് സ്പീഷീസ് ആണ് എന്നൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ടാക്സോണമിക് കീ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് പറ്റും. ഇപ്പോൾ രണ്ട് രീതിയിലാണ് ടാക്സോണമിക് കീ എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള ടാക്സോണമിക് കീസും ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ടാക്സോണമിക് കീസും ഉണ്ട്. ഇപ്പോൾ പ്രിൻ്റഡ് ടാക്സോണമിക് കീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് പേപ്പറിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ എയ്ഡഡ് ടാക്സോണമിക് കീ എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അവയെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. In taxonomic key, user is presented with a series of choices about the characteristics of unknown organisms. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഓർഗാനിസത്തെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സീരീസ് ഓഫ് ചോയ്സസ് നമ്മുടെ മുന്നിലേക്ക് ടാക്സോണമിക് കീ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചോയ്സിനെ സെലക്ട് ചെയ്യാനും ഡീസെലക്ട് ചെയ്യാനും. By selecting the correct choice at each step, the user can identify the organism in question. അപ്പോൾ ഈ ടാക്സോണമിക് കീക്കകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യുമ്പോഴേക്കിന് ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ടാക്സോണമിക് കീ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് സ്പീഷീസ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് യൂസിങ് ടാക്സോണമിക് കീ. ഇപ്പോൾ ഒരു പുതിയ സ്പീഷീസ് ആണെങ്കിൽ അത് പുതിയ സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കാനും ടാക്സോണമിക് കീ കൊണ്ട് പറ്റും. പക്ഷേ ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ ഓൾറെഡി നടത്തിയിട്ടുള്ള ഓർഗാനിസത്തെ നമുക്ക് കിട്ടുമ്പോൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്സോണമിക് കീ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 4 വെറൈറ്റി ബേർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഫിഞ്ചസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ബേർഡ്സ് ആണ്. ആ ബേർഡ്സിൻ്റെ ബീക്സ് നമ്മൾ നോക്കുക, ആ ബീക്സ് എല്ലാം വ്യത്യസ്തമാണ്. ദാറ്റ് മീൻസ് ഓരോ ബേർഡും ഓരോ കാറ്റഗറിയിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവ എന്താണ് കൃത്യമായിട്ട് എന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് അവയ്ക്ക് നമ്മൾ ഓരോ പേര് കൊടുക്കുകയാണ്. ബേർഡ് W, X, Y ആൻഡ് Z. ഓരോന്നിൻ്റെയും ബീക്ക് യൂണീക്കാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടാക്സോണമിക് കീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. ഈ ബേർഡ്സിനെ, ഈ ഫിഞ്ച് കാറ്റഗറിയിലുള്ള ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാക്സോണമിക് കീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 കാറ്റഗറീസിലാണ് അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പോകുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറിക്കും നോക്കുകയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വീതം ഉണ്ടായിരിക്കും. 1A, 1B, then 2A, 2B, 3A, 3B. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മുടെ ഈ ബേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് ഓരോന്നിനെയും അനലൈസ് ചെയ്യാം. ദ ബീക്ക് ഈസ് റിലേറ്റീവ്ലി ലോങ് ആൻഡ് സ്ലെൻഡർ. അപ്പോൾ ബീക്ക് എന്ന് പറയുന്നത് റിലേറ്റീവ് ലോങ് ആണ്, അതുപോലെ തന്നെ സ്ലെൻഡർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ബീക്കാണ് ലെങ്ത് കൂടുതലും അതുപോലെ തന്നെ കനം കുറവായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, വിഡ്ത്ത് കുറഞ്ഞതായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇതല്ല, ഇത് കുറച്ച് ബ്രോഡാണ്, ഇതും ബ്രോഡാണ്, ദെൻ ഇതും ബ്രോഡാണ്. ഇതിനകത്ത് ലോങ് സ്ലെൻഡറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ബേർഡ് Y ആണ്. അപ്പോൾ അത് ഏത് പർട്ടിക്കുലർ കാറ്റഗറിയിലാണ് വരുന്നത്? സെർത്തീഡിയ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ബേർഡാണ് അത്. അപ്പോൾ നമുക്കിവിടെ ഈ ബേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ബേർഡ് Y ഈസ് ആക്ച്വലി
സെർത്തീഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ബേർഡാണ്. ഇനി അടുത്തത് ദ ബീക്ക് ഈസ് റിലേറ്റീവ്ലി സ്റ്റൗട്ട് ആൻഡ് ഹെവി. അപ്പോൾ ബാക്കിയുള്ള ബേർഡ്സ് സെർത്തീഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന വൈ അല്ലാതെ ബാക്കിയുള്ള ബേർഡ്സിൻ്റെ എല്ലാം ബീക്ക് സ്റ്റൗട്ടും ഹെവിയുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കീ പറയുന്നത് എന്താണ്? ഗോ ടു ദ സെക്കൻഡ് കോമ്പിനേഷൻ. അപ്പോൾ 2ലേക്ക് പോകാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 2ലേക്ക് പോകാം. രണ്ടാമത്തേനകത്തും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എ നോക്കാം. ദ ബോട്ടം സർഫസ് ഓഫ് ദ ലോവർ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രെയിറ്റ്. ദ ബോട്ടം സർഫസ് ഓഫ് ദ ലോവർ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രെയിറ്റ്. അപ്പോൾ ലോവർ ബീക്ക് ഇതാണ്, അതിൻ്റെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റും സ്ട്രെയിറ്റും ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ബേർഡിൻ്റെ ലോവർ ബീക്കിൻ്റെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ആണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, കർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് ബേർഡ് ഡബ്ല്യു ആണ്. അപ്പോൾ ബേർഡ് ഡബ്ല്യു ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ജിയോസ് പിസ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ ബേർഡ് ഡബ്ല്യുവിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ജിയോസ് പിസ. ഓക്കെ, ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് എക്സും ഇസഡും ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ദ ബോട്ടം സർഫസ് ഓഫ് ദ ലോവർ ബീക്ക് ഈസ് കർവ്ഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലോവർ ബീക്കിൻ്റെ ബോട്ടം സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗോ ടു 3, മൂന്നാമത്തെ കോമ്പിനേഷനിലേക്ക് പോകണം. അപ്പോൾ മൂന്നാമത്തേതിൻ്റെ 2 സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് അനലൈസ് ചെയ്യാം. ആദ്യത്തെ 3A, ദ ലോവർ എഡ്ജ് ഓഫ് ദ അപ്പർ ബീക്ക് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ബെൻഡ്. ദ ലോവർ എഡ്ജ് ഓഫ് ദ അപ്പർ ബീക്ക്, അപ്പർ ബീക്കിൻ്റെ ലോവർ എൻഡിന് ഒരു ബെൻഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ബെൻഡ് ഇല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്പർ ബീക്കിൻ്റെ ലോവർ എൻഡിന് ഒരു കർവേച്ചർ ഉണ്ട്, ഒരു ബെൻഡ് ഉണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ബേർഡ് ഇസഡ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? കാമാറിങ്കസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പർ ബീക്കിൻ്റെ ലോവർ പാർട്ട് ബെൻഡാണ്, വളഞ്ഞാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കമാറിങ്കസ് ആണ്. ഇനി അടുത്തത് ഒരെണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ദ ലോവർ എഡ്ജ് ഓഫ് ദ അപ്പർ ബീക്ക് ഈസ് മോസ്റ്റ്ലി ഫ്ലാറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ബേർഡിൻ്റെ അപ്പർ ബീക്കിൻ്റെ ലോവർ എഡ്ജ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. അപ്പോൾ ഇത് ബേർഡ് എക്സ് എന്ന് പറയുന്നത് പ്ലാറ്റീസ് പിസ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല ബേർഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ബേർഡ്സിനെ ഈ കീയിലുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. എന്നിട്ട് ആ കീയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക ഒക്കെ ചെയ്ത് ഫർദർ അങ്ങനെ നമ്മളിതിനെ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഓരോ ബേർഡും ഏതിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ ആദ്യത്തെ കാറ്റഗറി ആണെങ്കിൽ ജിയോസ് പിസ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. ദെൻ രണ്ടാമത്തത് പ്ലാറ്റീസ് പിസ, മൂന്നാമത്തത് സെർത്തീഡിയ, ദെൻ ലാസ്റ്റ് കാറ്റഗറി കമാറിങ്കസ്. അപ്പോൾ ഇത്രയും ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ പർട്ടിക്കുലർ കീ കൊണ്ട് സാധ്യമാകും. അപ്പോൾ ഈ 4 കാറ്റഗറിയിലുള്ള ഏത് തരത്തിലുള്ള ബേർഡ്സിനെ കൊണ്ടുവന്നാലും ഈ പർട്ടിക്കുലർ കീ കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ടാക്സോണമി കീക്കകത്ത് ഏത് ഓർഗാനിസത്തെയാണോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ ഓർഗാനിസത്തിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസത്തിനകത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് എങ്ങനെയാണ് ഇത് ഫർദർ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ള ഹിൻറ്റും ഈ ടാക്സോണമിക് കീക്കകത്ത് ഉണ്ടായിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ടാക്സോണമിക് കീ, എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഐഡിയൽ ആയിട്ടുള്ള ടാക്സോണമിക് കീക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ക്യാരക്ടേഴ്സ് ഷുഡ് ബി ഡിഫറൻഷ്യൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്. ദേ ഷുഡ് ബി ക്ലിയർലി സീൻ വിത്തൗട്ട് ഡിസെക്റ്റിംഗ് ദ സ്പെസിമെൻ. അതായത് ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് അനലൈസ് ചെയ്ത് തന്നെ ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി എടുക്കണം. അതായത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഡിസെക്ഷൻ കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഡിസെക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കീസ് ആയിരിക്കരുത്. ക്യാരക്ടേഴ്സ് ഷുഡ് ബി ഡിഫറൻഷ്യൽ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ്.
which means clearly seen without dissecting the specimen. Wording alternatives should be completely parallel. അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈൻഡ് വിങ്സ് റൗണ്ടഡ്, ദെൻ ഹൈൻഡ് വിങ്സ് നോട്ട് റൗണ്ടഡ്. അപ്പോൾ ഹൈൻഡ് വിങ്സ് റൗണ്ടഡ് ആണെങ്കിൽ നമുക്ക് ആ പർട്ടിക്കുലർ സെലക്ഷൻ നടത്താം. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹിൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈൻഡ് വിങ് റൗണ്ടഡ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഹിൻഡ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ കീക്കകത്ത് മൂവ് ചെയ്യാം. പിന്നെ ഈ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് കപ്ലെറ്റ്സ് ഒരിക്കലും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൺഫ്യൂഷന് കാരണമാകും. ഓവർലാപ്പിംഗ് കപ്ലെറ്റ്സ് ലീഡ്സ് ടു കൺഫ്യൂഷൻ. ഇപ്പോൾ ലെങ്ത് ഓഫ് ദ ബോഡി ഈസ് 10 to 15 mm എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ് ലെങ്ത് ഓഫ് ദ ബോഡി ഈസ് 12 to 18 mm. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് റേഞ്ച് എന്ന് പറയുന്നത് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നതാണ്. 10 to 15 12 to 18 എന്നും പറയുന്നത്. അതിനകത്ത് 12, 13, 14, 15 ഒക്കെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്, 10 to 15 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസ് ഏതിനകത്ത് പ്ലേസ് ചെയ്യണം, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരരുത്. ഇപ്പോൾ ഒരെണ്ണം ലെങ്ത് ഓഫ് ദ ബോഡി ഈസ് 10 to 15 mm എന്നാണെങ്കിൽ രണ്ടാമത്തേതെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബോഡി ഈസ് 16 to 18 mm എന്നോ മോർ ദാൻ 15 mm അങ്ങനെയൊക്കെ വേണം കൊടുക്കാൻ. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇനി അടുത്താണ് റിഡൻഡൻറ്റ് ക്യാരക്ടേഴ്സ് ഷുഡ് ബി യൂസ്ഡ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഇപ്പോൾ ഹൈൻഡ് വിങ് വിത്ത് ബ്ലൂ സ്പോട്ട്, ദെൻ ഫോർ വിങ് വിത്തൗട്ട് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അവിടെ ഒരു യൂസർക്ക് ടാക്സോണമി കീ യൂസ് ചെയ്ത് ഒരു ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതായത് ഹൈൻഡ് വിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചോദിച്ചിരിക്കുകയാണ് ഫോർ വിങ്ങിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഈ രീതിയിലല്ല. ഹൈൻഡ് വിങ് വിത്ത് ബ്ലൂ സ്പോട്ട് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വരേണ്ടത് ഹൈൻഡ് വിങ്സ് വിത്തൗട്ട് ബ്ലൂ സ്പോട്ട് എന്നാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഫോർ വിങ്സ് വിത്ത് ബ്ലാക്ക് സ്പോട്ട്, ഫോർ വിങ്സ് വിത്തൗട്ട് ബ്ലാക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അത് ശരിയാണ്. Then key should be able to differentiate sexual dimorphic characters. Sexual features മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ടാക്സോണമിക് കീയിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഫീമെയിൽസ് വിത്തൗട്ട് സിഫാലിക് ഹോൺസ് പ്രസൻറ്റ് ഇൻ മെയിൽസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെക്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. Then geographic distribution characters should be used with caution, such as this species is restricted to India, Pakistan, etc. അപ്പോൾ ഹൈ എൻഡമിസം കാണിക്കുന്ന ഓർഗാനിസത്തെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സോണമിക് കീ ആണെങ്കിൽ ആ ഓർഗാനിസം ഇന്ന ഏരിയയിൽ റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് നമുക്ക് ആ ടാക്സോണമിക് കീയിൽ കൊടുക്കാൻ പറ്റും. അതായത് ആ ടാക്സോണമിക് കീ കൺസ്ട്രക്ട് ചെയ്ത ഓതറിന് ഈ പർട്ടിക്കുലർ റെസ്ട്രിക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് കൊടുക്കുന്നത് വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ഇതിലായിരിക്കണം, പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം. കാരണം അത് കൃത്യമായിട്ട് ആ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ ഉള്ളൂ അങ്ങനെയുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. വൺ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ സ്പെസിമെൻ ഈസ് എൻഡമിക് ടു ദീസ് റീജിയൻസ് ഓൺലി. ദെൻ ടൈപ്സ് ഓഫ് ടാക്സോണമിക് കീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹെഡാണ്. എത്ര തരത്തിലുള്ള ടാക്സോണമിക് കീസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് മേജർ കാറ്റഗറീസ് ആണ് വരുന്നത്, സിംഗിൾ ആക്സസ് കീ ആൻഡ് മൾട്ടി ആക്സസ് കീ. ഇപ്പോൾ സിംഗിൾ ആക്സസ് കീയെ തന്നെ ഡൈക്കോട്ടമസ് ദെൻ പോളിടോമസ് എന്നും പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ ആക്സസ് കീ എന്താണെന്ന് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ബ്രാഞ്ചിങ് കീ, അനലിറ്റിക്കൽ കീ, പാത്വേ കീ എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ പ്രത്യേകത സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ഫിക്സ്ഡ് ബൈ ദ ഓതർ ഓഫ് ദ കീ. അപ്പോൾ ആരാണോ ഈ പർട്ടിക്കുലർ കീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ വ്യക്തി ആ ടാക്സോണമിക് കീയുടെ സീക്വൻസും സ്ട്രക്ചറും, അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എത്ര സ്പീഷീസ് അല്ലെങ്കിൽ എത്ര ജീനസ് ഫാമിലിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. At each point in the decision process, multiple alternatives are offered.
ഈച്ച് ലീഡിങ് ടു എ റിസൾട്ട് ഓർ എ ഫർദർ ചോയ്സ്. അപ്പോൾ ഓരോ പോയിന്റിലും, ഈ ടാക്സോണമിക് കീയുടെ ഓരോ പോയിന്റിലും ഡിസിഷൻ എടുക്കേണ്ട ആ പർട്ടിക്കുലർ സ്റ്റേജിൽ മൾട്ടിപ്പിൾ ഓൾട്ടർനേറ്റീവ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സെലക്ട് ചെയ്യാം, ഡീസെലക്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് റിസൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഫർദർ ചോയ്സസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. ഇപ്പോൾ ഇവിടെ സിംഗിൾ ആക്സസ് കീയുടെ എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത ആ ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 കാറ്റഗറി ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും കപ്ലറ്റ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഹിൻസിനെ അടങ്ങിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ ലീഡ്സ് എന്ന് പറയും. അപ്പോൾ ആ ലീഡ്സ് കപ്ലറ്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 1A 1B, then 2A 2B, 3A 3B, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ലീഡ്സ് കപ്ലറ്റ്സ് ആയിട്ട് വരുന്ന കീക്ക് പറയുന്ന പേരാണ് ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത്, ഡൈക്കോട്ടമസ് കാറ്റഗറി. അപ്പോൾ ഈ കീ എൻറ്റയർ ആയിട്ട് 2 ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടാണ് ഓരോ ബ്രാഞ്ചിങ് പോയിന്റിലും പോകുന്നത്. ഓരോ ബ്രാഞ്ചിങ് പോയിന്റ് 1, 2, 3 എന്ന് പറയുന്ന 3 ബ്രാഞ്ചിങ് പോയിന്റിലും ഡിസിഷൻ മേക്കിംഗ് പോയിന്റിലും നമുക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് കിട്ടും. അപ്പോൾ ഡൈക്കോട്ടമസ് കീ എന്ന് പറയുന്നത് എന്താണെന്ന് സമ്മറൈസ് ചെയ്യാം. ദ എൻറ്റയർ കീ കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി 2 ചോയ്സസ് അറ്റ് ഈച്ച് ബ്രാഞ്ചിങ് പോയിന്റ്. നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ ബ്രാഞ്ചിങ് പോയിന്റിലും 2 ചോയ്സസ് നമുക്ക് കിട്ടും. The beak is relatively long and slender. The beak is relatively stout and heavy. അപ്പോൾ ആദ്യത്തേതാണെങ്കിൽ അതൊരു പർട്ടിക്കുലർ കാറ്റഗറിയെ ഡിനോട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തേതാണെങ്കിൽ അടുത്ത ബ്രാഞ്ചിങ് പോയിന്റിലേക്ക് നമ്മൾ ഗൈഡഡ് ആവും. ഇനി പോളിറ്റോമസ് കീ എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ കീ കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 2 ചോയ്സസ് അറ്റ് ഈച്ച് ബ്രാഞ്ചിങ് പോയിന്റ്. ഒരു ബ്രാഞ്ചിങ് പോയിന്റിൽ തന്നെ ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ്സ് കപ്ലറ്റ്സ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ ട്രിപ്ലറ്റ്സ് ആയിട്ടും ക്വാഡ്രപ്ലറ്റ്സ് ആയിട്ടും ഒക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം സിംഗിൾ ആക്സസ് കീയുടെ. അപ്പോൾ സിമിലർ സ്പീഷീസ് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു റീട്രേസ് യുവർ സ്റ്റെപ്സ് ഇഫ് യു മേക്ക് എ റോങ് ഡിസിഷൻ. എന്തെങ്കിലും ഡിസിഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് നമുക്ക് റീട്രേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിംഗിൾ റോങ് ഡിസിഷൻ ക്യാൻ റിസൾട്ട് ഇൻ റോങ് ഐഡൻറ്റിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നമ്മൾ കയ്യിലിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള സ്പെസിമെൻ്റെ ഫീച്ചേഴ്സും ഇതിനകത്ത് കീക്കകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സും നമ്മൾ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്ന റോങ് ഡിസിഷൻ ആണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ ഫൈനലായിട്ട് റോങ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അത് റോങ് ആയിട്ട് തന്നെ വരും. If the information for a given identification step is not available, several potential leads must be followed and identification becomes increasingly difficult. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ ഐഡൻറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കീക്കകത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പല രീതിയിൽ പല ബ്രാഞ്ചിങ് പോയിന്റ്സിലേക്ക് ഈ പറഞ്ഞ ലീഡ്സ് ഗൈഡ് ചെയ്യും. അത് അവസാനം അട്ടർ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അവസാനം ഈ കീ ടെർമിനേറ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വരും. വളരെ ഡിഫിക്കൽട്ടായിട്ട് ആണ് ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെയുള്ള കേസുകളിൽ സാധ്യമാകുന്നത്. ഇനി അടുത്തതാണ് മൾട്ടി ആക്സസ് കീ. സിംഗിൾ ആക്സസ് കീയും മൾട്ടി ആക്സസ് കീയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് സിംഗിൾ ആക്സസ് കീയിൽ ഓതർ അതിൻ്റെ സ്ട്രക്ചറും സീക്വൻസും ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സീക്വൻസ് അനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ആ കീ ഉപയോഗിച്ചിട്ട് ഒരു ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ യൂസർക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ മൾട്ടി ആക്സസ് കീ അങ്ങനെയല്ല. യൂസർക്ക് ഈ കീയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാവകാശം ഉണ്ട്. The user is presented with a series of choices that describes the features of the specimen. The user selects certain characters and the program looks for matches. അപ്പോൾ ഇവിടെ കൂടുതലും വരുന്ന മൾട്ടി ആക്സസ് കീ എക്സിസ്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കീസ് ആണ്. അപ്പോൾ മറ്റേ സിംഗിൾ ആക്സസ് കീക്കകത്ത് പോലെ തന്നെ യൂസർക്ക് പലതരത്തിലുള്ള ചോയ്സസും ഈ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്യുന്നു.
എന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ കയ്യിലുള്ള സ്പെസിമെനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചോയ്സസ് സെലക്ട് ചെയ്യുന്നു, ചിലതൊക്കെ ഡീസെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ സെലക്ട് ചെയ്തത് ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് അതിൻ്റെ ഡേറ്റാ ബേസിൽ മാച്ചസ് നോക്കുന്നു. Species that does not match with the characters selected are eliminated till only one species remains. അപ്പോൾ ആദ്യമേയൊക്കെ എന്താണ് ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും നോക്കുന്നത്, അതിന് ശേഷമായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇത് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് ഇവിടെ, ഒരു ഡിഡക്റ്റീവ് അപ്രോച്ചാണ് ചെയ്യുന്നത്. ആദ്യമേ ഈ ക്യാരക്ടേഴ്സിനെ അനലൈസ് ചെയ്ത് വളരെ കൂടുതൽ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും, അതിനെ ഓരോന്നിനെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എലിമിനേറ്റ് ചെയ്ത് ചോയ്സസ് യൂസർ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് എലിമിനേറ്റ് ചെയ്ത് അവസാനം ഒരു സിംഗിൾ സ്പീഷീസ് റിമെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാം, പ്രിന്റഡ് ഓർ കമ്പ്യൂട്ടർ എയ്ഡഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് മൾട്ടി ആക്സസ് കീസ് ആർ ഇൻ ദ ഫോം ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഇപ്പോൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഇതെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്റ്റീവ് കീസ് ആയിരിക്കും. അപ്പോൾ യൂസറിന് ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യൂസറിന് ഏത് ഓർഡറിലും ഈ കീക്കകത്ത് ചോയ്സസ് സെലക്ട് ചെയ്യാം, ഡീസെലക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ എങ്ങനെ ഇതിനകത്ത് ഫർദർ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസസ്, റെഗുലേഷൻസ് ഒക്കെ കീ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ചില കാറ്റഗറി ഉണ്ട് ഫുൾ ഇൻട്രാക്റ്റീവ് കീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇമേജസ്, ഓഡിയോ, വീഡിയോ, ദെൻ സപ്ലിമെൻറ്റ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അഡീഷണൽ ഗൈഡൻസസ് ഉണ്ടായിരിക്കും. ദെൻ ഫുൾ ഇൻട്രാക്റ്റീവ് കീസ് ആണെങ്കിൽ ഇമേജ്, ഓഡിയോ, വീഡിയോ, ദെൻ ടെസ്റ്റ്, സപ്ലിമെൻറ്റ്സ്, ഹൈപ്പർ ലിങ്ക്സ് എല്ലാം കാണും. എക്സാമ്പിളാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ എയ്ഡഡ് മൾട്ടി ആക്സസ് കീസ് ആണ് ഡെൽറ്റ ആൻഡ് സ്ലിക്സ്. അപ്പോൾ ആ പേര് ഒന്ന് ഓർത്തിരിക്കണം, ഡെൽറ്റ ദെൻ സ്ലിക്സ്. ദെൻ അഡ്വാൻറ്റേജസ്, ഈസി ടു യൂസ് ആൻഡ് ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ടും കിട്ടും. യൂസർ ക്യാൻ സ്റ്റാർട്ട് എനിവെയർ ആൻഡ് വർക്ക് ഇൻ എനി ഡയറക്ഷൻ. അപ്പോൾ സിംഗിൾ ആക്സസ് കീ ആണെങ്കിൽ അതിനൊരു പ്രീ സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഓതർ ഡിസൈൻ ചെയ്തൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനനുസരിച്ചിട്ട് മാത്രമേ ഉള്ളൂ യൂസറിന് ആ കീ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, എവിടെ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എറേഴ്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ന്യൂമറിക് ക്യാരക്ടേഴ്സ് ക്യാൻ ബി ഡയറക്ട്ലി യൂസ്ഡ് വിത്തൗട്ട് ബീങ് ഡിവൈഡഡ് ഇൻ ടു റേഞ്ചസ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ 10 to 25 എന്ന് പറയുന്ന രീതിയിലാണ്, എന്ന് പറയുന്ന രീതിയിലാണ് ബോഡി ലെങ്ത് എന്ന് സാധാരണ സിംഗിൾ ആക്സസ് കീയിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്കിന് നമ്മുടെ കയ്യിലുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു റേഞ്ച്, എക്സാക്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നുണ്ടെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 10 to 25 എന്ന് പറയുന്ന റേഞ്ചിനകത്ത് ഒരു 12.25 mm ആണ് നമ്മുടെ ആ പർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ ലെങ്ത് എങ്കിൽ അത് കൃത്യമായിട്ട് മൾട്ടി ആക്സസ് കീയിൽ, പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള കീയിൽ, കമ്പ്യൂട്ടർ കീയിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്, അത് ഏത് റേഞ്ചിലാണ് വരുന്നത്, അത് ഈ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഓർഗാനിസം ഗ്രൂപ്പ് ഏതാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഓൺലി ഫ്യൂ കീസ് ആർ അവൈലബിൾ. അപ്പോൾ മൾട്ടി ആക്സസ് കീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടാക്സോണമിസ്റ്റുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് കാറ്റഗറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ മൾട്ടി ആക്സസ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാകണം, കമ്പ്യൂട്ടർ നോളജും യൂസർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ടാക്സോണമിക് കീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും ഐഡിയലായിട്ട് വേണ്ട ഫീച്ചേഴ്സും പിന്നെ ടൈപ്സും എക്സാമ്പിൾസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്.